മരണത്തെ ജയിച്ചവനനുദിനവും, മരണത്തെ ജയിച്ചവനനുദിനവും മാറാത്തവനാ എനിക്കുള്ളതിനാൽ, മാറാത്തവനാ എനിക്കുള്ളതിനാൽ ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം, ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തു പോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. നിത്യമഹത്വത്തിൻ വാസമൊത്താൻ, നിത്യമഹത്വത്തിൻ വാസമൊത്താൻ ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു, ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു. മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ, മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ, ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തു പോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ, ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും, ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ, പാട്ടി പുകട്ടിയിടുന്ന പുതുഗാനങ്ങൾ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തു പോയി, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാമത്തെ പുനരുത്ഥാനം, വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒന്നാമത്തെ ഘട്ടമായ മേഘപ്രത്യക്ഷത. പ്രിയപ്പെട്ടവരെ, അന്ന് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നില്ല, സ്വർഗത്തിൽ നിന്ന് മധ്യാകാശം വരെയേ വരുന്നുള്ളൂ. മധ്യാകാശത്തിൽ വന്ന് നിന്ന് കർത്താവ് തൻ്റെ കാഹളനാദം പുറപ്പെടുവിക്കുന്നു, തൻ്റെ സ്വരം കേൾപ്പിക്കുന്നു. ആ സ്വരം കേൾക്കുമ്പോൾ, മണവാളനായ ക്രിസ്തുവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ മണവാട്ടി ജീവിക്കുന്നു. സ്തോത്രം. മനുഷ്യനെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ ആശ്വസിക്കാൻ പറയുന്ന ഒറ്റ വാക്യം അതാണ്. പ്രിയപ്പെട്ടവർ, വേറെ ഒന്നിലും ആശ്രയിക്കാനില്ല. ഈ ഭൂമിയിലേക്ക് നോക്കി നമുക്ക് ആശ്വസിക്കാനോ ആശ്രയിക്കാനോ സന്തോഷിക്കാനോ യാതൊന്നുമില്ല. എല്ലാം താൽക്കാലികം, എല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നത്, എല്ലാം നശ്വരമായത്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, അന്ന് ഹാബേൽ മുതൽ ക്രിസ്തുവിൽ മരിച്ചവർ, മണ്ണടിഞ്ഞവർ, മണ്ണോട് മണ്ണായി തീർന്നവർ, അവർ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ ജീവിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യനാളിൽ പറയും, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അത് ദൈവിക ശബ്ദമാണ്.
അതുതന്നെയാണ് സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ 1:4 പറയുന്നതാണ്. എന്താണ് ഇതിൻ്റെ എല്ലാം മർമ്മം? കർത്താവിൻ്റെ ഗംഭീരനാദം മരിച്ചവരെ ഉണർത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മധ്യാകാശത്തിലേക്ക് വന്ന് തൻ്റെ ദൂതന്മാരുമായി മധ്യാകാശത്തിലേക്ക് വന്ന് അവിടെ നിന്നുകൊണ്ട് കർത്താവ് തൻ്റെ ഗംഭീരനാദം മുഴക്കുമ്പോൾ വിശുദ്ധന്മാർ, വിശ്വാസികളായി മരിച്ചവർ, ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും അവർ ജീവിച്ചെഴുന്നേൽക്കും, അവർ ഉണർന്നെഴുന്നേൽക്കും. അതുകൊണ്ടാണ് വിശ്വാസിയുടെ മരണം മരണമല്ല, ഈ ഭൂമിയിൽ നിന്ന് വേർപെടുകയാണ് എന്ന് പറയുന്നത് പിതാക്കന്മാർ. എത്ര സത്യമാണത്! ഒരു വിശ്വാസി ഈ ഭൂമിയിൽ മരിച്ചാൽ അത് മരണമല്ല, അവൻ ജീവിക്കും. എപ്പോൾ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ. സഹോദര, ആ ഗംഭീരനാദം കേൾക്കാൻ വേണ്ടി നീ ഒരുങ്ങിയോ? സഹോദരി, നീ ഒരുങ്ങിയോ? അത് മാത്രം മതി. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷകളിൽ കർത്താവ് തന്നെ നമുക്ക് ബോധ്യം തന്നില്ലേ? നയ്യൻ പട്ടണവാരക്കൽ നിന്നുകൊണ്ട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ബാല്യക്കാരോ എഴുന്നേൽക്കുക. ഒരു ബാല്യക്കാരൻ, ഒരു ദിവസം മുഴുവനും മരിച്ചു കഴിഞ്ഞ ബാല്യക്കാരനെ ശവം അടക്കുന്നതിന് വേണ്ടി ആ നയ്യൻ പട്ടണത്തിന് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ബാല്യക്കാരൻ എഴുന്നേൽക്കുക. ജീവദായകമായ ശബ്ദം. അവൻ എഴുന്നേറ്റു, അവൻ ജീവൻ പ്രാപിച്ചു. സ്തോത്രം. അതേ കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കരികിൽ നിന്നുകൊണ്ട് കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി ചീഞ്ഞ് നാര് തുടങ്ങിയ ലാസറിന്റെ കല്ലറയുടെ വാരക്കൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. കർത്താവിന്റെ ഗംഭീരനാദം കേട്ടപ്പോൾ പാതാളത്തിൽ നിന്ന് ജീവൻ തിരികെ വന്നു. ലാസർ ഉയർത്തു, ലാസറുടെ മുമ്പിലേക്ക് വന്നു. മനുഷ്യർ കെട്ടിയ കെട്ടുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ജീവനായകമായ ശബ്ദം കേട്ടപ്പോൾ ചീഞ്ഞു നാറിയ ലാസർ ഉയർത്തു. സ്തോത്രം. പ്രിയപ്പെട്ടവര്, കർത്താവിന്റെ പരസ്യ നാളിൽ മനുഷ്യൻ കണ്ണാലെ കണ്ട സത്യമല്ലേ നടക്കാൻ പോകുന്നു. ഒന്നാമത്തെ പ്രതിനിധാനത്തിൽ നടക്കാൻ പോകുന്നു. ഹാബേൽ മുതൽ വിശുദ്ധന്മാർ ആ ശബ്ദം കേൾക്കും, അവർ ഉയർത്തെഴുന്നേൽക്കും. സംശയിക്കേണ്ട. എന്താണ് തെളിവ്? കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. ബുദ്ധിമാന്മാരൊക്കെ മനസ്സിലാകുന്നതല്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട ചില ആളുകൾ, ചുരുക്കം ചിലർ, അവർക്ക് മനസ്സിലായി. ദൈവത്തിലേ, ഈ തലമുറയിൽ മണ്ടനാകാൻ നിനക്ക് മനസ്സാണോ? ഈ തലമുറയിൽ ആർക്കും വേണ്ടാത്തവരാകാൻ നിനക്ക് മനസ്സാണോ? കാലത്തിനകത്ത് ജീവിക്കാൻ അറിയാൻ പാടില്ലാത്ത വിഡ്ഢി എന്ന് വിളിക്കുന്നതൊക്കെ നിനക്ക് മനസ്സാണോ? സ്തോത്രം. പ്രിയപ്പെട്ടവര്, അതിൻ്റെ തലയിലെ കിരീടമാണെന്ന് വിചാരിച്ചോണം. ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കാൻ തയ്യാറാകുക. നിനക്ക് ഉയർക്കാം. മരിച്ചവരുയർക്കും. ജീവനായകമായ ശബ്ദം കേൾക്കും. അന്ന് ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാർ ഉയർക്കും. തീർന്നല്ല, അന്ന് ജീവനോടിരിക്കുന്നതാം അവൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ. കാഹളനാദം എന്തിനുള്ളതാണ്? ഈ ഭൂമിയിൽ നീ ജീവിച്ചു, ഈ ഭൂമിയിൽ നീ വിശ്വാസിയായി ജീവിച്ചു, നിനക്ക് തന്ന കാലയളവ് നീ തികച്ചു, നീ ഇപ്പോൾ വിശ്രമിക്കുന്നു. ഈ ഭൂമിയിൽ നീ പൊടിയായി മണ്ണായി മൺതരിയായി ഇവിടെ നിൽക്കുന്നു. എന്നാൽ നിന്റെ പരദേശവാസം കഴിഞ്ഞ് നിനക്ക് പോകാം. നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്നു. നിനക്ക് വേണ്ടി ഒരു കാന്തൻ ഒരുങ്ങി നിൽക്കുന്നു. ഒരുക്കപ്പെട്ട കാന്തയെ നിന്നെ ജീവിപ്പിക്കാൻ, നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ. ഇതാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം. കാഹളനാദം. വിളിച്ചു കൂട്ടുന്ന കാഹളമുണ്ട്, പുറപ്പെടുവിക്കുന്ന കാഹളമുണ്ട്. രണ്ടും മുഴങ്ങും. പോകാറായി. ഈ ഭൂമി വിട്ട് പോകാറായി. നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് പോകാറായി. സ്വന്തം ഭവനത്തിലേക്ക് പോകാറായി. ഒരുങ്ങിയോ? ആ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചോർ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് ഇവിടെ എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുടെ ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികൾ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവര്, രക്ഷിക്കപ്പെട്ടു, എളുപ്പമായി. മിസ്രയീമിൽ രക്ഷിക്കപ്പെട്ടു, എളുപ്പമായി. ഫറവോന്റെ കിരാതമായ കരങ്ങളിൽ രക്ഷപ്പെട്ടു, തീർന്നില്ല. ഒരു തുടക്കം മാത്രമേ ആയുള്ളൂ. നീ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായിട്ടില്ല. ഓർത്തുകൊള്ളുക. മിസ്രയീമിൽ രക്ഷിക്കപ്പെട്ടു, സാത്താന്റെ അടിമത്വത്തിൽ രക്ഷിക്കപ്പെട്ടു. സാത്താന്റെ അടിമ ദുഃഖത്തിൽ നിന്ന് ദൈവം തന്നെ രക്ഷിച്ചു. സത്യമാണ്. അവിടെ ഒന്നുമായില്ല. സ്തോത്രം.
ഇസ്രായേലിലെ ഫറവോന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ കാലം അത് പ്രാകൃത മനുഷ്യന്റെ അവസ്ഥ, പാപം ചെയ്യേണ്ട അവസ്ഥ, ഫറവോന് വേണ്ടി ജീവിക്കേണ്ട അവസ്ഥ, ഫറവോന് വേണ്ടി സംഭാര നഗരങ്ങൾ പണിത് ഫറവോൻ തരുന്ന ഭക്ഷണം കഴിച്ച് അവൻ്റെ ഇറച്ചിയും ചിറ്റുള്ളിയും കിഴങ്ങുമെല്ലാം തിന്ന് അതിൽ സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യൻ പ്രാകൃത മനുഷ്യൻ. അവൻ സ്വർഗത്തിലെത്തില്ല. അവൻ മരിച്ചാലും ജീവിച്ചിരുന്നാലും അവന് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കില്ല. ഗൗരവത്തോടെ ഓർത്തോളുക. ലക്ഷപ്രഭു ആണെങ്കിലും കോടീശ്വരനാണെങ്കിലും കർത്താവിൻ്റെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് പങ്ക് കിട്ടുകയില്ല. സത്യമാണ് പ്രിയപ്പെട്ടവർ. എന്താണ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിച്ചത്? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികൾ പോക്കി എത്രയോ ശുദ്ധീകരിക്കും. പിന്നെ എത്രയോ ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകണം. ശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നമ്മൾ നടക്കണം. പോയേ പറ്റൂ. ആരാണ് ശുദ്ധീകരിക്കുന്നത്? ഒറ്റയ്ക്കൊരു കാര്യം, ക്രിസ്തുവിൻ്റെ രക്തം. മറക്കരുത്. വേറെ ആരുമില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു മീഡിയേറ്ററുമില്ല, ഒരു മധ്യസ്ഥനുമില്ല. ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തം മാത്രം. ഇത്ര കൃത്യമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞില്ലേ, 1 യോഹന്നാൻ 1:7, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, എൻ്റെയും നിങ്ങളുടെ സൃഷ്ടാവായ പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവനാക്കി തന്നെ തീർക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. വേറൊന്നും അവിടെ ഇല്ല. ആ സ്ഥാനത്ത് പകരം കൊണ്ടുവെക്കാൻ ഒന്നുമില്ല. പ്രിയപ്പെട്ടവർ, ചെങ്കടൽ കടന്ന്, ഫറവോന്റെ രാജ്യ അതിർത്തിയായ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം പ്രാകൃത സ്വഭാവം വിട്ടു. ഇപ്പോൾ ജഡീയ സ്വഭാവമായി. പ്രവർത്തികൾ ചെയ്യാൻ വയ്യ. പക്ഷേ അവൻ്റെ ഹൃദയം പഴയതാ, അവൻ്റെ നോട്ടം പഴയതാ, അവൻ്റെ ചിന്തകൾ പഴയതില്ല. ഇന്നും അനേകർ ഈ ജഡീക സ്വഭാവത്തിലാണ്. പ്രകടമായ പാപങ്ങളോട് തുറഞ്ഞ് വേശ്യാവൃത്തിക്ക് പോകുന്നില്ല, കള്ളുഷാപ്പിൽ പോകുന്നില്ല, ബാറിൽ പോയി കുടിക്കുന്നില്ല, ആരുടെയും പിടിച്ചു പറിക്കുന്നില്ല. ഒക്കെ സത്യമാണ്. ഹൃദയം ചൊവ്വല്ല, ജഡീക ഹൃദയം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ രക്ഷ നഷ്ടപ്പെട്ടു പോകും. ഒരരുതാത്ത ചിന്ത ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ്റെ അകത്ത് പിശാച് കയറിയെന്നാണ്, സാത്താൻ കയറിയെന്ന അർത്ഥം. മിസ്രൈമിൽ വെച്ച് കർത്താവ് ഇറക്കിവിട്ടതായ അതേ സാത്താൻ മരുഭൂമിയിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് പിന്നെ കയറി. ചിന്തകൾ വിശുദ്ധമോ, ലക്ഷ്യം ശുദ്ധമോ, ഇതിൻ്റെ നോട്ടം സ്വർഗം മാത്രമോ? ശാന്തമായി ചിന്തിക്കു പ്രിയപ്പെട്ടവർ. വിടുവിക്കാൻ ഒരേ ഒരു കാര്യം, യേശുവിൻ്റെ രക്തം, ക്രിസ്തുവിൻ്റെ രക്തം. താൻ നിഷ്കളങ്കനായി നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. ഓർക്കണം, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ മണവാളൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച പുത്രൻ്റെ രക്തം. എന്നെ വിടുവിക്കുന്നതിന് വേണ്ടി വേണ്ട വില മുഴുവനും കൊടുത്ത പുത്രനായ ദൈവം, അവനത്രേ എൻ്റെ മണവാളൻ. ഒരുങ്ങിയോ? നിന്റെ ജീവിതത്തിലെ ഓരോ കണികയും, ഓരോ നിമിഷവും, ഓരോ സമയവും, നിന്റെ ഓരോ കഴിവുകളും ആ മണവാളന് വേണ്ടി നീ ചെലവഴിച്ചോ? നഷ്ടപ്പെട്ടു പോയോ? നമുക്ക് കുറ്റബോധത്തോടെ അവരോട് പറയാം, കർത്താവേ, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ഇത് തരുമോ? എനിക്ക് അവസരം തരുമോ? ഒരവശേഷിക്കുന്ന അവസരം എനിക്ക് തരുമോ? ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം ഇതിൽ ദൈവാസവമായി നീ ദൈവസന്നിധിയിലേക്ക് ചെന്നതിനെ താഴ്ത്തിയാൽ ദൈവം എല്ലാ കൃപകളും നിനക്ക് തരും. നാം വായിക്കുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഒന്നാമത്തെ പുനരുദ്ധാനത്തിന് വേണ്ടി അവൻ നിങ്ങളെ വീണ്ടും ഒരുക്കിക്കൊണ്ടിരിക്കും. അവൻ നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അതൊരു ലോങ് പ്രോസസ്സാണ്, നീണ്ട പ്രക്രിയയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടെ വായിച്ചു കേൾക്കാം. ജീവന്റെ പക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഭൂമിയിൽ എല്ലാം നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ ഇരുന്നാൽ ഞാൻ ആ ഭാഗ്യാവസ്ഥയിലെത്തുകയില്ല. നിങ്ങൾ മറക്കരുത്, എപ്പോഴാണ് നാം ആ ഭാഗ്യാവസ്ഥയിലെത്തുക? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും
തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, നിഷ്പാപ യുഗത്തിൽ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി. ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കി. അവന് വേണ്ടി ദൈവം എല്ലാം കരുതി കൊടുത്തു. പക്ഷേ എല്ലാം കൊടുത്തിട്ടും, അവൻ നിഷ്പാപ യുഗത്തിലായിരുന്നിട്ടും ആദാം ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നില്ല. പ്രിയപ്പെട്ടവർ, ആദാം രുചി നോക്കാതെ ജീവവൃക്ഷത്തിൻ്റെ ഫലം എനിക്ക് നിങ്ങൾക്കും തരുവാൻ പിതാവായ ദൈവം ആശയോടെ നിൽക്കുന്നു. ആദാമിന് ലഭിക്കാഞ്ഞത് നമുക്ക് തരുവാൻ ഇതാ നിത്യനായ ദൈവം നിൽക്കുന്നു. നമ്മുടെ ഹൃദയത്തോട് വാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവിത വസ്ത്രം അലക്കണം, വേറെ മാർഗമൊന്നുമില്ല. ജീവിത വസ്ത്രത്തിൽ പറ്റിയതായ കറയും ചെളിയും അഴുക്കുമായി നമുക്ക് ആ നിത്യഭവനത്തിലേക്ക് ചെല്ലാനൊക്കുകയില്ല. അത് കഴുകപ്പെടണം, വേറൊരു മാർഗവുമില്ല. തന്നെത്താൻ കഴുകണം. പ്രിയപ്പെട്ടവരെ, മറക്കരുത്. വെളിപ്പാട് പുസ്തകം 21:27 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല. സ്തോത്രം. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേര് വരണം. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എൻ്റെ കയ്യിലല്ല, ഈ ഭൂമിയിലെ ഒരു അധികാരികളുടെ കയ്യിലല്ല, ഒരു ഉന്നതന്മാരുടെ കയ്യിലല്ല. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം അതിൻ്റെ കസ്റ്റോഡിയൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പുസ്തകത്തിൽ പേര് വേണം. ആരുടെ പേരാണ് അവിടെ വരിക? കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവനല്ലാതെ അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല. രഹസ്യമായോ പരസ്യമായോ ഏതെങ്കിലും അശുദ്ധിയും മ്ലേച്ഛതയും തിന്മയുമുള്ളവൻ അവിടെ കടക്കുകയില്ല. അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയില്ല. ഇന്ന് ദൈവവിശ്വാസമില്ല, ദൈവഭയമില്ല. മനുഷ്യർ കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുള്ള ബോധ്യം പോലും മനുഷ്യർക്കില്ലാതെ പോയിരിക്കുന്നു. ആ ബോധ്യം പോലുമില്ലാതിരുന്ന മനുഷ്യൻ ജീവിക്കുന്നു. പ്രകടമായ പാപങ്ങളിലേക്ക് പോലും ഇറങ്ങിപ്പോകാൻ മനുഷ്യൻ പഠിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം ഫറവോന്റെ അടുപ്പത്തു നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതല്ലേ? പെസഹ കുഞ്ഞാട് രക്തത്താൽ അവരെ വീണ്ടെടുത്തതല്ലേ? ഈ പുനരുജ്ജീവനത്തിൻ്റെ നിഴലല്ലേ അത്? അന്നത്തെ ഇസ്രായേലിനെ സ്വന്തം കണ്ണാൽ ഇത് കണ്ടതല്ലേ? അവരനുഭവിച്ചതല്ലേ? അവർ ഫറവോന്റെ അതിർത്തി വിട്ട് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതല്ലേ? അവരധ്വാനിക്കാത്ത മന്ന എല്ലാ ദിവസവും പാളയത്തിൻ്റെ വാരക്ക് സ്വർഗത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നവർ തിന്നതല്ലേ? പാറയിൽ നിന്നുള്ള വെള്ളം അവർ കുടിച്ചതല്ലേ? ഒരു മുടക്കവും കൂടാതെ ഇവരെ നടത്തിയതല്ലേ? അവരുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോകാറ്, അവരുടെ വസ്ത്രം പഴകിപ്പോകാറ്, ഈ 40 വർഷവും അവരെ നടത്തിയ ഒരു ദൈവമില്ലേ? പ്രിയപ്പെട്ടവരെ, ആ ജനം പിന്നെയും തെറ്റിയില്ലേ? പ്രിയപ്പെട്ടവരെ, അത് വില കൊടുത്തു വാങ്ങേണ്ടതാണ്. ജീവിത വസ്ത്രം അവനവൻ അലക്കിയേ മതിയാകൂ, വേറെ ആരും അലക്കാനൊക്കില്ല. എന്ന് വിശ്വാസപരമായ ആചാരങ്ങൾ പോയിട്ട് ദുരാചാരങ്ങളിലേക്ക് പോയിരിക്കുകയാണ് മനുഷ്യൻ. എങ്ങനെയും ദൈവത്തെ കബളിപ്പിക്കാൻ നോക്കുകയാണ്. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, ദൈവം ആരാണെന്നറിയാത്ത മനുഷ്യൻ, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്നറിയാത്ത മനുഷ്യൻ, ദൈവിക വിശുദ്ധി എന്താണെന്ന് അറിയാത്ത മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ശോചനീയമായ അവസ്ഥയ്ക്ക് എനിക്ക് നിങ്ങൾക്കും അതിന് പരിഹാരമായി നിൽക്കാൻ മനസ്സുണ്ടോ? കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല. ജീവന്റെ പുസ്തകത്തിൽ പേര് വരികയില്ല. ജീവന്റെ പുസ്തകത്തിൽ എപ്പോഴാണ് പേര് വരിക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ എപ്പോഴാണ് പേര് വരിക? പ്രിയപ്പെട്ടവരെ, നേര് പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ പാപത്തോടെ യാത്ര പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുത്തു, പുതിയ വ്യക്തിയായി, എല്ലാം മരിച്ചു, സകല പാപവും തീർന്നു. പ്രിയപ്പെട്ടവര്, അപ്പോസ്തലനായ പൗലോസ് ഭയനിർദ്ദേശം തരും. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം. അവിടെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളെ ഓർപ്പിക്കുന്നുണ്ട്, കൊരിന്ത്യ സഭയെ തന്നെ ഓർപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം നാം ഇങ്ങനെയാണ് വായിക്കുക: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും
അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാരിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് നിത്യനായ ദൈവം വിടുവിച്ച ജനം അവർ ചെങ്കടൽ കിടക്കുമ്പോൾ അവരെ ചെങ്കടലിലൂടെ സ്നാനപ്പെടുത്തിയെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അവരെല്ലാവരും സ്നാനമേറ്റു. സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും പ്രായമായവരും അവരെല്ലാവരും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതി വെച്ചു. നിത്യനായ ദൈവം ഫറവോനോട് യാത്ര പറയുമ്പോൾ, ഇനി പാപത്തിലേക്ക് ഇല്ല എന്ന് പറയുമ്പോൾ, സാത്താനോടും എൻ്റെ സൈന്യങ്ങളോട് ഞാൻ യാത്ര പറയുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ യേശുവിനെ കർത്താവ് രക്ഷിതാവായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, താൻ പാപം ക്ഷമിച്ചു തന്നു, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി വയ്ക്കും. എന്നാൽ ആ ജനം, ദൈവം നടത്തിയ ജനം, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവരോടുകൂടെ യാത്ര ചെയ്ത് ദൈവത്തെ അവർ കണ്ടതല്ലേ? അവരാ ദൈവത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്തവരല്ലേ? അവർ പാളയം ഇറങ്ങുന്നത് ദൈവത്തിൻ്റെ പെട്ടകം നിൽക്കുമ്പോൾ അവർ നിൽക്കും. പിന്നെ എപ്പോഴാണ് പുറപ്പെടുന്നവർക്ക് അറിഞ്ഞുകൂടാ. പെട്ടകം പുറപ്പെടുമ്പോൾ അവർ യാത്ര പുറപ്പെടും. അങ്ങനെ ദൈവവരെ നടത്തിയതല്ലേ? അവരങ്ങനെ നടന്നതല്ലേ? അതേ അങ്ങനെ നടന്നതാണ്. പക്ഷേ ദൈവം മോശയെ സീനായി പർവ്വതത്തിലേക്ക് വിളിച്ചപ്പോൾ, മോശ ദൈവസന്നിധിയിരുന്ന ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 40 ദിവസം രാവും പകലും സീനായി പർവ്വതത്തിൽ ദൈവസന്നിധിയിൽ മോശ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മോശ ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല, ഒരു കഷ്ണം അപ്പം തിന്നില്ല. മോശ ജീവിച്ചില്ലേ? അത് കണ്ട ജനമേ, ആ ജനമല്ലേ പറഞ്ഞത് ഞങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും? ഈ മരുഭൂമി ഞങ്ങളെ കൊല്ലേണ്ടതിനാണോ കൊണ്ടുവന്നത്? ജഡീകരായ മനുഷ്യര്. ഇന്നത്തെ വിശ്വാസികളുടെ സമൂഹമേ, നീ ജഡീകനാണോ? നീ ജഡീകനാണോ? ഇന്നെൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നത് ഈ ജഡീക ചിന്തകളാണോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെ വിളിച്ച് അവർക്ക് ആവശ്യമായ വചനം കൊടുക്കുമ്പോൾ, അവസാനമായി കർത്താവ് വചനം കൊടുക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം കർത്താവ് ഇപ്രകാരം പറഞ്ഞു, 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. വിശ്വാസിയുടെ ഹൃദയം കലങ്ങുകയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. സ്തോത്രം. നിത്യനായ ദൈവത്തെ നിങ്ങൾ വിശ്വസിപ്പീൻ, ദൈവം അയച്ച എന്നെ നിങ്ങൾ വിശ്വസിപ്പീൻ. ഹൃദയം കലങ്കരുത്. ഹൃദയം കലങ്ങിയോ അവിശ്വാസ ലക്ഷണമാണ്. പ്രിയപ്പെട്ടവർ, ഈ മരുഭൂമി ഞങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും? ആ ജനത്തിൻ്റെ ഹൃദയം കലങ്ങി, അവിശ്വാസമായി പോയി. രക്ഷ എന്തിയെ? രക്ഷിക്കപ്പെട്ട ജനത്തിൻ്റെ രക്ഷ എന്തിയെ? പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 32-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകനായ മോശ, ജനത്തിൻ്റെ പ്രതിനിധിയായ മോശ, 32-ാം വാക്യത്തിൽ, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. ദൈവത്തോട് മത്സരിച്ച ഇസ്രായേൽ ജനത്തിന് വേണ്ടി മരുഭൂമിയിൽ മോശെ ദൈവത്തോട് വാദിക്കുകയാണ്. ഇത്രയും വലിയൊരു മധ്യസ്ഥനെ വേറെങ്ങും കാണാനില്ല. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തെ മായ്ച്ചു കളയരുത്, അല്ലെങ്കിൽ എൻ്റെ പേര് നീ ജീവന്റെ പുസ്തകത്തെ മായ്ച്ചു കളയണമെന്നാണ് മോശ പ്രാർത്ഥിച്ചത്. ഇത്രയും വലിയ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ഏതൊരു മനുഷ്യനുണ്ട് ലോകത്തിൽ വേറെ? പക്ഷെ എന്തായിരുന്നു മറുപടി? 33-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം. സഹോദര സഹോദരി, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണുമോ? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണുമോ? എന്നോട് പാപം ചെയ്തവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാണ്, ഒരിക്കൽ ഞാൻ ഏറ്റുപറഞ്ഞതാണ്, മാമോദിസയുടെ റൂഷ്മായുണ്ട്, യേശുക്രിസ്തുവിന്റെ ജയകരമായ ശ്രീബായാൽ ഒരിക്കൽ രക്ഷ അനുഭവിച്ചതാണ് എന്ന് പറയുന്ന വിശ്വാസി ഇന്ന് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണുമോ? ഞാൻ തള്ളിക്കളയാനല്ല, നിന്നെയും ദൈവസ്നേഹത്തോടെ വിളിക്കുന്നു. അവൻ തൻ്റെ തിരക്തവുമായി നിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നുണ്ട്, കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം മാറാമോ? തിരക്തത്തിൽ ആശ്രയിക്കാമോ? പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തവൻ്റെ പേര് ജീവന പുസ്തകത്തിൽ മായ്ച്ചു കളയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നതാണ്.
ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. സാത്താനും അവൻ്റെ സൈന്യത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കി വെച്ചിരിക്കുന്നതായ നിത്യനരകത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരും തള്ളപ്പെടും. സഹോദര, ദൈവത്തിനോട് വാദിക്കുന്ന ഈ സമയം, സ്വർഗത്തിനോട് ഹൃദ്യമായി ഇടപെടുന്ന ഈ സമയം, ഒരു പാപിയെ സമ്മതിക്കാമോ? ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്പൻ്റെ ഭവനം വിട്ട് ഇറങ്ങിപ്പോയ ഒരു മുടിയൻ പുത്രനുണ്ട്. അവനെ കിട്ടാണ്ട് പങ്ക് മുഴുവനും മേടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ആ മുടിയൻ പുത്രൻ, എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞ് അപ്പനോട് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോയവനാണ്. മാമോസ് സർവകുഷ്മായി കിട്ടിയവനാണ്. ജയകരമായ ശ്രീവായുടെ രക്ഷ ഒരിക്കൽ അനുഭവിച്ചവനാണ്. പക്ഷേ പന്നികളോടുകൂടെ ജീവിച്ചെല്ലാം നഷ്ടപ്പെടുത്തി. സഹോദര, സഹോദരി, നിനക്ക് കിട്ടിയ അവസരങ്ങൾ ഇത് നഷ്ടപ്പെടുത്തിയോ? ജീവനവസരത്തെ പേര് മാഞ്ഞു പോയോ? ആ മകൻ ഒരു കാര്യം ചെയ്തു. ജീവിതത്തിൽ ക്ഷാമം വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അവൻ ക്ഷാമം വന്നപ്പോൾ പന്നിയുടെ വാളവരെയെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ച് കിട്ടാറ് വന്നപ്പോൾ പട്ടിണി വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലെങ്കിലും ഒന്ന് മനസ്സാന്തരപ്പെടട്ടെ. ചിലരുടെ കുന്നുകൂടിയിരിക്കുന്ന പണം എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും വേണ്ടില്ല, ഒന്ന് താന്നിരുന്നെങ്കിൽ, ഞാനൊരു പാപിയെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ, കർത്താവേ അതിൻ്റെ സന്നിധി ഞാൻ കുറ്റക്കാരനാണെന്ന് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ, അനുതാപത്തിൻ്റെ കണ്ണുനീരുമായി യേശുവിലേക്ക് ചെല്ലാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കാൻ യേശുണ്ട്. അതിനൊരു പാപിയെ തള്ളിക്കളയുകയും അവൻ തിരുവരച്ചു. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. സഹോദര, സഹോദരി, നീ നശിക്കണ്ട. ഈ ഭൂമിയിൽ നീ നശിക്കണ്ട. നശിക്കാനല്ല ദൈവം നിന്നെ കണ്ടത്. അതിനല്ല അവൻ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. അവൻ നിനക്ക് വേണ്ടി മുഴുവനും ചെലവഴിച്ചില്ലേ? അവൻ്റെ രക്തത്തിൻ്റെ അവസാനത്തുള്ളി പോലെ നിനക്ക് വേണ്ടി ഒഴുക്കി തന്നല്ലേ? ദൈവം ഇതിലേ ഒന്ന് ക്രൂശിലേക്ക് നോക്കാമോ? അറിയശുദ്ധനൊന്ന് കേൾക്കാമോ? മടങ്ങി വരാമോ? കർത്താവിൻ്റെ ഒരു വാക്ക് പറയാമോ? കർത്താവേ, ഞാനിതാ മടങ്ങി വരുന്നു. കർത്താവേ, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ഭവനത്തിൽ കൂലിക്കാരനെ പോലെ എന്നെ കൈ കഴുകും. നോ ക്ലെയിം, എനിക്കൊരവകാശവാദങ്ങളുമില്ല. കർത്താവേ, ജീവനോത്സവത്തിൻ്റെ പേര് മാഞ്ഞു പോയി. നിത്യനരകമാണ് എൻ്റെ അവകാശം. എല്ലാം തിരിച്ചറിയുന്നു. എന്നാൽ ഞാൻ നിൻ്റെ അരികിലേക്ക് വരുന്നു. കർത്താവെ, അവിടെയല്ലാതെ വേറെ എനിക്കൊരഭയവുമില്ല, വേറെ എനിക്കൊരാശ്രയമില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവൈതലേ, രക്ഷകനായ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് അടുത്തിയെന്നവല്ല ആശ്രയിക്കുന്നതാണ് വിശ്വാസം. മനസ്സുണ്ടോ? ഈ അന്ത്യകാല തലമുറയിൽ, ഈ അവസാന തലമുറയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ വിളിക്കുന്നു. നമുക്ക് അവരുടെ അരികിലേക്ക് ചെല്ലാം. നമുക്ക് അവരോട് ഹൃദയം തുറന്നുകൊണ്ടൊരു വാക്ക് പറയാം. കർത്താവേ, എൻ്റെ ജീവിതകാലം അത്രയും ഞാൻ തെറ്റിപ്പോയി. ഞാൻ തിന്മ മാത്രം ചെയ്തു പോയി. ഞാനാണ് ക്രൂശിച്ചത്, നിന്നെ യഹൂദനല്ല. ഞാനാണ് നിന്നെ ക്രൂശിച്ചത്. നിൻ്റെ കൈകളാണ് അടിച്ചത് ഞാനാണ്. നിൻ്റെ കാലുകളിൽ കാരിലും പാണികൾ അടിച്ചത് ഞാനാണ്. നിൻ്റെ തിരുവിലാവിൽ കുത്തിയത് ഞാനാണ്. നിൻ്റെ മുഖത്ത് കാറക്കി ചുരുപ്പിയത് ഞാനാണ്. പാവം എൻ്റേതാണ്. കർത്താവേ, ഒരു കൊടുമ്പാവ് ഇതിൻ്റെ അടിയിലേക്ക് വരുന്നു. തിരുത്താൽ എന്നെ കഴുകാമോ? ശുദ്ധീകരിക്കാമോ? എൻ്റെ പാപങ്ങളിൽ നിന്ന് നീക്കിക്കളയാമോ? ശാപങ്ങൾക്കും ബന്ധനങ്ങൾ വഴിച്ചു തരാമോ? കർത്താവേ, എൻ്റെ മേലുള്ള ശത്രുസാലെ അവകാശത്തെ പിന്നെ നീക്കാമോ? എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരാമോ? രണ്ടാമത്തെ വരവിനായി എന്നെ ഒരുക്കാമോ? എൻ്റെ പാപങ്ങൾ തിരത്താൽ കഴുകി എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തരാം. കർത്താവേ, ഞാൻ അതിൻ്റെ അരികിലേക്ക് വരുന്നു. സ്വീകരിക്കണമേ, മനസ്സറിയണമേ, കരുണ തോന്നണമേ, തിരത്താൽ കഴുകണമേ. കർത്താവെ, സമർപ്പിച്ച ഓരോ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും രണ്ടാമത്തെ വരവിനായി ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.